ഇതാണ് ബ്ലൂ ഹിബിസ്കസ്. ഹിബിസ്കസ് പ്ലാന്റ് നമുക്കൊക്കെ പരിചിതമായ പ്ലാന്റാണ്. പണ്ട് മുതലേ എല്ലാ വീടുകളിലും കാണുന്ന ഒരു പ്ലാന്റാണ്. ചുമന്ന വെറൈറ്റി പൂക്കളുള്ളതായിരുന്നു അന്നൊക്കെ ധാരാളമായിട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നത്. കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അതായിരുന്നു. അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്നാണ്. എന്നാൽ ഇന്ന് പലതരത്തിലുള്ള ഹിബിസ്കസ് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. ഒത്തിരി ഹൈബ്രിഡ് വെറൈറ്റീസ്, എത്ര കളർ കോമ്പിനേഷൻ ഉള്ളതൊക്കെ ഉണ്ട്. ധാരാളം വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഹോബിയായിട്ട് എടുക്കുന്നവരുണ്ട്. എൻ്റെ കളക്ഷനിൽ 8 വെറൈറ്റി ഹിബിസ്കസ് ഉണ്ട്. അതെല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ഉള്ളതാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റീസൊക്കെ എൻ്റെ കയ്യിലുണ്ട് 8 എണ്ണം. അപ്പോൾ ഇത് മറ്റൊരെണ്ണം കൂടി. അങ്ങനെ നല്ല പർപ്പിൾ കളറിലുള്ള ഈ ഹിബിസ്കസ്, പക്ഷേ അതിൻ്റെ പേരാണെങ്കിൽ ബ്ലൂ ഹിബിസ്കസ് എന്നാണ്. പക്ഷേ ബ്ലൂ ടു പേർപ്പിൾ എന്നാണ് അതിൻ്റെ കളർ വരുന്നത്. പ്യുവർ ബ്ലൂ അല്ല, ബ്ലൂ ടു പേർപ്പിൾ. പിന്നെ അതിൻ്റെ ഉൾവശത്തായിട്ട് ഒരു റാണി പിങ്ക് കളറിലുള്ള ഒരു കളറും ഉള്ളിലേക്ക് വരുമ്പോൾ കാണാം. നമുക്ക് കുറച്ചിങ്ങനെ പെയിൻറ് ചെയ്തതുപോലെ കാണാം. നല്ല ഭംഗിയാണ് അത് കാണാൻ. അതിൻ്റെ സ്റ്റേമനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ക്രീം കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേമൻ്റെ ഭാഗവും കാണാം. സ്റ്റിഗ്മയും ഒക്കെ ഉണ്ട്. ആ സ്റ്റേമനും സ്റ്റിഗ്മയൊക്കെ അതിൻ്റെ ടോപ്പിനാണ്. അങ്ങനെയൊക്കെ ഉള്ള ഓരോ പാർട്സിൻ്റെ പേരുകളാണ് കേട്ടോ. പിന്നെ ഈ പെറ്റൽസ് ആണെങ്കിൽ നല്ല സോഫ്റ്റാണ്. നല്ല പട്ടുപോലെ ഇരിക്കുന്ന മനോഹരമായ ഒരു പെറ്റലാണ്. ഇതിന് നടുക്കുള്ള സ്റ്റേമൻ കാണാൻ നല്ല രസമാണ്. നല്ല ക്രീം കളറിലുള്ള പൂമ്പൊടികൾ പറ്റിയിരിക്കുന്നതായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ്. അതിൻ്റെ ലീഫ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ ലീഫുകളാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒത്തിരി പ്ലാന്റ്സ് ഞാൻ വേറെയൊക്കെ അതിൻ്റെ കമ്പ് ഒടിച്ചു കുത്തി പിടിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ്സ് തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ പൂവും അതിൻ്റെ ബഡും ഒക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു അത് പൂത്ത് കണ്ടപ്പോൾ. അപ്പോൾ കാരണം നമ്മൾ സാധാരണ കാണുന്ന കളറുകളല്ലല്ലോ ചെമ്പരത്തിയിലൊക്കെ. ഓരോ കളറിലുള്ള പൂക്കൾ നമ്മളുണ്ടെങ്കിലും ഇപ്പോൾ ചെമ്പരത്തിയിൽ തന്നെ പല കളറിലുള്ള പൂക്കൾ കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ്. ഈ കളറിലുള്ള വേറെ പൂക്കളുണ്ടാവും, പക്ഷേ ഈ നമുക്ക് അറിയപ്പെടുന്ന ചെടിയിൽ തന്നെ പല കളറുകൾ വരുമ്പോഴാണ് നമുക്കതിനൊരു ഇൻട്രസ്റ്റ് കൂടി വരുന്നത് അത് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഫ്ലവറാണ് കേട്ടോ. എന്താണ് ഇതൊരു പെറനിയലായിട്ടുള്ള ഷ്രബാണ്. പെറനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം നിലനിൽക്കുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ?